വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940 ആൻഡ് 1945 പാർട്ട് 2 ഭാഗമാണ്. അപ്പോൾ നമ്മളിതിൽ നോക്കുന്നത് ആപ്ലിക്കേഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. സോ നമുക്കൊരു ഡ്രഗ് ഇമ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതർ ദാൻ എക്സ് ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും നമുക്ക് എന്ത് വേണം? ലൈസൻസ് വളരെ നിർബന്ധമാണ്. അപ്പോൾ ഈ ലൈസൻസിന് വേണ്ടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഫോമാണ് ഫോം നമ്പർ 8 എന്ന് പറയാം. ഇനി ഷെഡ്യൂൾ എക്സ് പോലെ ഡ്രഗുകളാണ് എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ എക്സ് ആണെങ്കിൽ 8A ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടാവുക കേട്ടോ. ഇനി അത് മാത്രമല്ല, ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം 10 10A എന്ന രീതിയിലായിരിക്കും. So the application form registration certificate is made to the licensing authority in form 40. So എന്താണ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് മെയ്ഡ് ടു ദി ലൈസൻസിങ് അതോറിറ്റി ഇൻ ഫോം 40 ആൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് 41 40 നമ്മൾ കൊടുക്കുകയും 41 നമ്മൾ കിട്ടുകയാണ് ചെയ്യുക. ദ ആപ്ലിക്കേഷൻ ഫോർ ബോത്ത് ഇമ്പോർട്ട് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മേ ബി മെയ്ഡ് ബൈ മാനുഫാക്ചർ ഹിംസെൽഫ് ഓർ ഹിസ് ഓത്തറൈസ്ഡ് ഏജന്റ് ഇൻ ഇന്ത്യ ഹാവിംഗ് എ വാലിഡ് ലൈസൻസ്. ഒന്നെങ്കിൽ ആരാണോ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന മാനുഫാക്ചർ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഒരു ഓത്തറൈസ്ഡ് ഏജന്റ് ഹാവിംഗ് എ വാലിഡ് ലൈസൻസ് ഉള്ള ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ലൈസൻസ് കിട്ടാൻ വേറൊരു രീതി, ലൈസൻസ് കിട്ടുന്നത് വേറൊരു രീതി, ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു രീതി. ഈ രീതിയിലാണ് നമുക്ക് ഫോമുകളുടെ എണ്ണം വരുന്നത്, തിരിഞ്ഞു പോകരുത്. സോ ബോത്ത് ഇമ്പോർട്ട് ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആർ വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. എന്നാണോ ഇഷ്യൂ ചെയ്യുന്നത് അന്ന് മുതലുള്ള ഡേറ്റ് വെച്ച് കണക്കാക്കുകയാണെങ്കിൽ 3 വർഷമാണ് ഇതിന്റെ വാലിഡിറ്റി. മറന്നു പോകരുത്, എക്സാമിന് ചോദിക്കും. ഇഫ് ദ ആപ്ലിക്കേഷൻ ഇസ് മെയ്ഡ് 3 months in advance before expiry of license or certificate, it's valid until order are passed on application. കണ്ടോ, if the application is made 3 months in advance before expiry of license, അതായത് നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ലൈസൻസും എക്സ്പയറി ആവുന്നതിന് 3 മാസം മുന്നേ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് വാലിഡ് അണ്ടിൽ ഓർഡേഴ്സ് ആർ പാസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ. അതായത് പുതിയൊരു ആപ്ലിക്കേഷൻ പാസ്സാവുന്ന വരെ അത് വാലിഡ് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു കാര്യം കൂടെ ആലോചിക്കുക. ഇറ്റ്സ് വാലിഡ് അണ്ടിൽ ഓർഡേഴ്സ് ആർ പാസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ. അതായത് നമുക്ക് ഓരോ പ്രാവശ്യം നമ്മൾ ആപ്ലിക്കേഷന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നമ്മളെല്ലാം തെളിയിക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാര്യം നമുക്കെല്ലാം തെളിയിക്കണം, എല്ലാം കാണിക്കണം, എല്ലാം അവർക്ക് ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ പുതുതായിട്ട് അപ്ലൈ ചെയ്ത പോലെ തന്നെയാണ് റിന്യൂവൽ എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് ജസ്റ്റ് നോക്കാം. ആപ്ലിക്കേഷൻ ഫോം ഇമ്പോർട്ട് ലൈസൻസ് 8 അല്ലെങ്കിൽ 8A ഷെഡ്യൂൾ എക്സ് ആണ്. ആൻഡ് ഇഷ്യൂ ഓഫ് ഇമ്പോർട്ട് ലൈസൻസ് ഇൻ ഫോം 10 and 10A. നമുക്ക് 10 or 10A നമുക്ക് തരുവാണ് ചെയ്യുക. ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 40 ആൻഡ് ഇഷ്യൂ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ഫോം 41. ആൻഡ് വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 3 years ആണ്. നമുക്ക് വേണമെങ്കിൽ പ്രയർ ആയിട്ട് തിരഞ്ഞെടുക്കാം. ഈ ഒരു ഫ്ലോ ചാർട്ട് മാത്രം പഠിച്ചാൽ മതി ഈ ഒരു സംഭവം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്നും പഠിക്കണമെന്നില്ല. ഇനി പെർമിറ്റ് പ്ലേസ് ഓഫ് ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്. സോ ദ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ് ഇൻ ഇന്ത്യ ഈസ് പെർമിറ്റ് ഓൺലി ഫോർ ഫോളോയിങ് പ്ലേസസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്രൂവ്ഡ് രീതിയാണ് ബൈ റെയിൽ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? ഫിറോസ്പൂർ, കോണ്ടമെന്റ് ആൻഡ് അമൃത്സർ റെയിൽവേ സ്റ്റേഷൻ ഫോർ ഡ്രഗ് ഫ്രം പാകിസ്ഥാൻ. സോ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ് നമ്മുടെ ഫോളോയിങ് പ്ലേസിൽ മാത്രമേ നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ രീതിയാണ് ഇന്ത്യയിലേക്കാണ് എന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ്? ഫിറോസ്പൂർ, കാന്റോൺമെന്റ് ആൻഡ് അമൃത്സർ റെയിൽവേ സ്റ്റേഷൻ ഫോർ ഡ്രഗ് ഫ്രം പാകിസ്ഥാൻ. ആൻഡ് റംഗോത്ത്, ബാങ്കോൺ ആൻഡ് മൊഹിസൻ റെയിൽവേ സ്റ്റേഷൻ ഫോർ ഡ്രഗ് ഫ്രം ബംഗ്ലാദേശ്. ഇനി ബൈ റോഡ് ആണെങ്കിലോ റെക്സ്വെൽ ഫോർ ഡ്രഗ് ഫ്രം നേപ്പാൾ. ബൈ സീ ആണെങ്കിൽ ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, നഹാവ്, ഷേവ, കണ്ട്ല ആൻഡ് കൊച്ചി. ബൈ എയർ ആണെങ്കിൽ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഡൽഹി, അഹമ്മദാബാദ് ആൻഡ് ഹൈദരാബാദ്. ഇങ്ങനെ പെർമിറ്റുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ആൾക്കാരും ഒക്കെ ഉള്ളത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന സ്ഥലങ്ങൾ മാത്രം പറയുന്നത്. ഇത് ഫുള്ളും കാണാതെ തന്നെ പഠിച്ചേ പറ്റൂ. ഇനി കണ്ടീഷൻ ഓഫ് ഇമ്പോർട്ട് ലൈസൻസിൽ കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളതാണ്. സോ ദ മാനുഫാക്ചർ ഷാൾ ഒബ്സർവ് അണ്ടർടേക്കിംഗ് ഗിവൺ ഇൻ ഫോം 9. സോ അണ്ടർടേക്കിംഗ് കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കേട്ടോ. സോ ദ ലൈസൻസി ഷുഡ് മെയിൻറ്റെയിൻ എ പ്രോപ്പർ record of import drug where the end should be made serially from the stock of imported material, its distribution, person to whom the import drug is issued, price charger, remain the quantity of import drug, the drug import for the purpose of testing or analysis for the new drug import or general use. അതായത് നമ്മൾ ആർക്കാണ് എടുക്കുന്നത്, എപ്പോൾ കൊണ്ടുപോയി ബാച്ച് നമ്പർ അനുസരിച്ചുള്ള സീരിയൽ നമ്പർ ഇട്ടതിന് ശേഷം ഓർഡറിൽ
ഓർഡറിൽ എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ്. സോ ദേ ഷുഡ് ബി എ പ്രോപ്പർ റെക്കോർഡ് ഹാസ് ടു ബി മെയിൻറ്റെയിൻ. ദ importer should maintain all proper storage facility of drug import as required in accordance with provision of Act. ആക്ടിൽ എന്ത് മാറ്റം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ആക്ട് എന്തൊക്കെ പറയുന്നു അതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇൻസ്പെക്ടറിനെയോ അല്ലെങ്കിൽ ഒരു ഓഫീസർ, സ്റ്റേറ്റ് ഗവൺമെൻറ് ബിഹാഫിൽ വരുന്ന ഒരു ഓഫീസറോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ബിഹാഫിൽ വരുന്ന ഒരു വിത്തൗട്ട് നോട്ടീസ് വരുന്ന ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്ന ആളുണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങൾ എന്താണോ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങൾ അതിൻ്റെ റെക്കോർഡ് അതിൻ്റെ അനാലിസിസ് ഡേറ്റ എല്ലാം കൊടുക്കേണ്ട ആവശ്യമാണ്. ദ ലൈസൻസസ് ഷുഡ് വിഡ്രോ ദ സബ്സ്റ്റൻസ് ഫ്രം മാർക്കറ്റ് ഇഫ് ആസ്ക്ഡ് ടു ഡു ബൈ ദ അതോറിറ്റി. ഇപ്പം നമ്മൾ ഗവൺമെൻറ് പറയുവാണ് നിങ്ങൾ നാളെ മുതൽ ഇത് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ വിഡ്രോ ചെയ്യുകയാണ്, ഇന്ത്യയിൽ ബാൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഡൺ. ആൻഡ് an import license in one category of drug from single manufacturer abroad or it could be more drug from the same manufacturer from one location. ഒന്നെങ്കിൽ ഒരു മാനുഫാക്ചറർ ഇമ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡ്രഗ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അത് ഫുൾ ഡ്രഗ് ആയിരിക്കാം. ഏതാണോ നിങ്ങൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ലൈസൻസ് കിട്ടുക. സെപ്പറേറ്റ് ലൈസൻസ് ഇസ് റിക്വയർഡ് ഫോർ ഇമ്പോർട്ട് ഓഫ് ഡ്രഗ് ഫ്രം ഡിഫറെൻറ്റ് മാനുഫാക്ചർ ഓർ ഫ്രം ദ സെയിം മാനുഫാക്ചർ ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസ്. അതായത് കൊച്ചിയിൽ ഉണ്ടാക്കുന്ന ആളും ട്രിവാൻഡ്രം ഉണ്ടാക്കുന്ന ആളുടെയും സെയിം ഡ്രഗ് ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈസൻസ് തന്നെ നമ്മൾ വാങ്ങേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നുള്ളതാണ് കേട്ടോ. ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് പക്ഷേ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും. അപ്പോൾ ആലോചിക്കുക, സിംഗിൾ മാനുഫാക്ചറിങ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മോർ ദാൻ ഡ്രഗ് ആണെന്നുണ്ടെങ്കിലും ഒരു ലൊക്കേഷൻ തന്നെ വരുവാണെങ്കിലും ഇമ്പോർട്ട് ലൈസൻസ് അതാത് കാറ്റഗറി അനുസരിച്ച് നമുക്ക് ആവശ്യം തന്നെയാണ് എന്നുള്ളതാണ് കേട്ടോ. സോ എന്താണ് ഞാൻ പറഞ്ഞത്, ഡ്രഗ് ഇമ്പോർട്ട് റെഗുലേഷനിൽ റെക്കോർഡ് കീപ്പ് ചെയ്യണം, സ്റ്റോറേജ് ഫെസിലിറ്റിയിൽ പ്രോപ്പർ ആയിരിക്കണം, ഇൻസ്പെക്ഷൻ റൈറ്റ് ആര് വന്നാലും സ്റ്റേറ്റ് ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും കൊടുക്കണം. വിഡ്രോവൽ ചെയ്യാൻ പറഞ്ഞാൽ വിഡ്രോ നിർബന്ധമായും ചെയ്യണം. ലൈസൻസിങ് റിക്വയർമെൻറ്റ് നമുക്ക് അത്യാവശ്യം തന്നെയാണ്. സോ അതർ ഫീച്ചേഴ്സ് ഓഫ് ഇമ്പോർട്ട്, നോ ന്യൂ ഹോമിയോപ്പത്തിക് മെഡിസിൻ ക്യാൻ ബി ഇമ്പോർട്ട് വിത്തൗട്ട് പെർമിഷൻ ഇൻ റിട്ടൺ ഫ്രം ദ ലൈസൻസിങ് അതോറിറ്റി. ലൈസൻസിങ് അതോറിറ്റി ഒരു കാരണവശാലും ഇപ്പോൾ ഒരു ഹോമിയോപ്പത്തിക് ഡ്രഗ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ പോലും നിർബന്ധമാണ്. സോ ന്യൂ ഡ്രഗ് ഇമ്പോർട്ട് ഫോർ ട്രീറ്റ്മെൻറ്റ് ഇമ്പോർട്ട് അലോ ഫോർ ദ ലൈഫ് ത്രെറ്റനിങ് ഡിസീസ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരാളുടെ അസുഖം വന്ന് മരിച്ചു പോകും അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പുതിയ ഡ്രഗ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്മോൾ quantity of a new drug may be permitted for import by the government hospital or autonomous medical institution. So government hospital നമ്മളെ മെഡിക്കൽ കോളേജ് പോലെയൊക്കെ, ഓട്ടോണമസ് ഈ അമൃത ഹോസ്പിറ്റൽ പോലെയൊക്കെ ഇപ്പം മരിച്ചു പോകും എന്ന് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഡ്രഗ് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് എക്സാമിന് വേണ്ടി, ടെസ്റ്റിന് വേണ്ടി, അനാലിസിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ ക്വാണ്ടിറ്റി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ദ ലൈസൻസ് ഷോൾ അലോ എനി ഇൻസ്പെക്ടർ ഓതറൈസ്ഡ് ബൈ ലൈസൻസിങ് അതോറിറ്റി ടു ഇൻസ്പെക്ട് പ്രിമൈസസ് വിത്ത് പ്രയർ നോട്ടീസ്. സെയിം തന്നെയാണ് കേട്ടോ. ആൻഡ് ദ ലൈസൻസ് ഇസ് issued in form 11 ആണ് ആൻഡ് ഷുഡ് ബി മെയിൻ ഓൾ ദ റെക്കോർഡ്സ്. എല്ലാ റെക്കോർഡും നമുക്ക് കീപ്പ് ചെയ്യേണ്ടതും അത്യാവശ്യം. ഇതൊക്കെ സെയിം ആണ്, എളുപ്പമാണ്. ഇനി സസ്പെൻഷനും ക്യാൻസൽ, ഏതെങ്കിലും കണ്ടീഷനിൽ നമുക്ക് ലൈസൻസി ഫെയിൽ ആവുന്നുണ്ട്, ഇത് ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, ലൈസൻസി ഫിറ്റ് അല്ല എന്ന് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യാൻസൽ ചെയ്യും. ഹൗവർ ദ അഗ്രസീവ് പേഴ്സൺ മേ അപ്പീൽ അഗ്രീവ്ഡ് പേഴ്സൺ മേ അപ്പീൽ ദ സെൻട്രൽ ഗവൺമെന്റ് വിത്ത് 30 days against such order and decision of the government in regard shall be final. അതായത് നമുക്ക് ഇപ്പോൾ തിരിച്ച് നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, കള്ളത്തരമാണ് എന്ന് നമുക്ക് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ 30 daysനുള്ളിൽ, ഇത് ശ്രദ്ധിക്കുക, 30 daysനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ ലൈസൻസിങ് ആണെന്നുണ്ടെങ്കിൽ 3 years ആണ്, 3 മാസം മുന്നേ നമുക്ക് പ്രയറായിട്ട് എടുക്കാം എന്നുള്ളതാണ്. ഇവിടെ ആണെങ്കിൽ എന്താണ്, ലൈസൻസ് ക്യാൻസൽ ആവുകയാണെങ്കിൽ 30 days. സോ ഒഫൻസും പെനാൽറ്റിയുമാണ് എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് കൺവെൻഷൻ ആണെന്നുണ്ടെങ്കിലും സബ്സിക്വൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. സോ ആൻ ഒഫൻസ് ഓഫ് എനി അഡൾട്ട് ആണെന്നുണ്ടെങ്കിൽ, അഡൾട്രേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 9A ആണ്, സ്പ്യൂരിയസ് ആണെങ്കിൽ 9B ആണ്, കോസ്മെറ്റിക് ആണെങ്കിൽ 90 ആണ്. ബീങ് ഇമ്പോർട്ട് ഇൻ ടു കൺട്രി ഇൻ വയലേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് ദി ആക്ട്. സോ നമ്മൾ ഇതിനകത്ത് ഏത് കാര്യങ്ങൾ ചെയ്താലും, അഡൾട്രേറ്റഡ് ആണ് കൊണ്ടുവരുന്നെങ്കിലും, സ്പ്യൂരിയസ് ആണ് കൊണ്ടുവരുന്നെങ്കിലും, കോസ്മെറ്റിക്സിലാണ് അഡൾട്രേറ്റഡ് ആയിട്ട് കൊണ്ടുവരുന്നെങ്കിൽ പോലും നമുക്ക്, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ള സാധനം കൊണ്ടുവരികയാണെങ്കിൽ പോലും എന്താണ്, നമുക്കത് വയലേഷൻ തന്നെയാണ്. സോ ഇംപ്രസ്മെൻറ്റ് 3 വർഷം മുതൽ 5,000 rupees വരെ പോകാം. പിന്നെ ഇംപ്രസ്മെൻറ്റ് അപ് ടു 5 years ഓർ ഫൈൻ അപ് ടു 10,000 rupees ഓർ ബോത്ത്, രണ്ടും കിട്ടാനുള്ള, എന്നെങ്കിൽ എന്താണ് 5 years ആകാം, ഇല്ലെങ്കിൽ 10,000 ആകാം എന്നുള്ളതാണ്. ആദ്യത്തെ കൺവെൻഷനാണ്, ആദ്യമായിട്ട് പിടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എന്താണ് 5,000 രൂപയോ അല്ലെങ്കിൽ 3 വർഷം, രണ്ടാമത് പിടിക്കുവാണെങ്കിൽ 5 വർഷവും 10,000 രൂപയാണ് വരിക കേട്ടോ.
So, import of drug or cosmetic other than those referred above the import of which is forbidden. അതായത് മേലെ പറയുന്നത് ഇപ്പോൾ അഡൾട്രേറ്റഡോ അല്ലെങ്കിൽ കോസ്മെറ്റിക്സോ അഡൾട്രേറ്റഡോ അങ്ങനെ സ്പ്യൂരിയസ് ഒന്നും അല്ലാതെ അതിനപ്പുറം പറയുന്ന ചില ഡ്രഗുകൾ വിഡ്രോ ചെയ്ത ഡ്രഗുകളാണെന്നുണ്ടെങ്കിൽ 6 മാസം തടവും പിന്നെ 500 രൂപയും നന്നായിട്ട് തടം തരും കേട്ടോ. പിന്നെ രണ്ടാമത് വരുവാണെങ്കിൽ 12 മാസവും 1000 രൂപയാണ് വരിക. സത്യം ഇതൊക്കെ പൈസ ഭയങ്കര കുറവാണ്, ഇതൊന്നും അല്ല ചെയ്യേണ്ടത്, ഇച്ചിരി കൂടുതൽ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. സോ എനി ഡ്രഗ് ഓർ കോസ്മെറ്റിക് ഇമ്പോർട്ട് ഇൻ കോൺട്രാവെൻഷൻ വിത്ത് പ്രൊവിഷൻ of any notification issue under section 10A. അതായത് നമുക്ക് ചില കാര്യങ്ങൾ പിന്നെയും സെക്ഷൻ 10A അണ്ടറിൽ പറയും, ഇന്ന സാധനങ്ങൾ പാടില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ചിലതൊക്കെ പറയും വിഡ്രോ ചെയ്ത ഡ്രഗ് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയും. ചിലവർ പറയും സ്പെസിഫിക് ആയിട്ട് ഇന്ന ഡ്രഗ്, ഇപ്പോൾ എക്സാമ്പിൾ MDMA പോലെ ഡ്രഗ് ഒന്നും, MDMA പണ്ട് ഡ്രഗ് ആയിരുന്നല്ലോ, സൈക്കോട്രോപിക് ഡ്രഗ് ആയിരുന്നല്ലോ, അപ്പോൾ അതുപോലെ സ്പെസിഫിക് ആയിട്ട് പറയുവാണ് എന്നുണ്ടെങ്കിൽ 10A അണ്ടറിൽ പറയുവാണ്, സെക്ഷൻ 10A അണ്ടറിൽ പറയുവാണ് എന്നുണ്ടെങ്കിൽ 5 years up to 10,000 rupees ആണ്. രണ്ടാമത് പിടിക്കുവാണെങ്കിൽ ആദ്യമാണെങ്കിൽ 3 years up to 5,000 ആയിരിക്കും. അതൊക്കെ സെയിം ആണ്, എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മേലെ പറയാതെ അല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് 500, 1000 വെച്ചിട്ടും 6ഉം 12ഉം വരുന്നത്. പിന്നെ വരുന്നത് 3, 5ആണ്, എളുപ്പമാണ് പഠിക്കാൻ. സോ മാനുഫാക്ചർ ഓഫ് ഡ്രഗ്. സോ മാനുഫാക്ചർ ഇൻ റിലേഷൻ ടു എനി ഡ്രഗ് ഇൻക്ലൂഡ് എനി പ്രോസസ് ഓഫ് പാർട്ട് ഓഫ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ്, ഓൾട്ടറിങ്, ഫിനിഷിംഗ്, പാക്കിംഗ്, ലേബിളിംഗ്, ബ്രേക്കിംഗ് അപ്പ്. സോ എന്താണ് മാനുഫാക്ചറിംഗ് നിങ്ങൾക്ക് അറിയാം, ഞാനത് പറഞ്ഞിടേണ്ട ആവശ്യമില്ല. സോ GMP ഫോളോ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് എന്താണ് ഉള്ളതെന്ന്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രൊഹിബിഷൻ ഓഫ് മാനുഫാക്ചർ ആൻഡ് സെയിൽസ് സർട്ടൻ ഡ്രഗ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് പറഞ്ഞു, നമ്മളിതൊന്നും ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാനുഫാക്ചർ ചെയ്യാമോ എന്ന് ചോദിച്ചാലോ, അതും പാടില്ല. അതായത് സബ്സ്റ്റാൻഡേർഡ്, മിസ് ബ്രാൻഡ്, അഡൾട്രേറ്റ് ഒന്നും പാടില്ല. ഇനി പേറ്റന്റ് പ്രൊപ്പറേറ്ററി മെഡിസിൻ, ക്ലിയർ ഇൻഡിക്കേഷൻ, ഇൻഗ്രീഡിയൻസ് അറിയാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് ചില ഡ്രഗുകൾ ക്ലെയിം ചെയ്യും, അതായത് ഇന്ന ഡിസീസുകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ J പ്രകാരമുള്ളതൊന്നും പാടില്ല. പിന്നെ ഇംപ്യൂർ ഡിഫക്റ്റീവ് ആയത്, പിന്നെ ഫാൾസ് ക്ലെയിം, ഇല്ലീഗൽ ഇമ്പോർട്ട്, ഹാംഫുൾ ഇൻഗ്രീഡിയൻറ്റ്, പിന്നെ വയലറ്റ് റെഗുലേഷൻസ്. നമുക്ക് ഓൾറെഡി കുറച്ച് സ്പെസിഫിക് റെഗുലേഷൻസ് ഉണ്ട്, അതിന് വേണ്ടി വയലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മാനുഫാക്ചറോ സെയിലോ ഒന്നും ചെയ്യാൻ പാടില്ല. ആൻഡ് മാനുഫാക്ചറിംഗ് for sale of any drug or cosmetic in contravention to the provision of Act and rules providing manufacture of small quantity of any drug purpose of examination, testing, analysis permitted subject to prescribed condition. Separate application for separate license for more one premises manufacturing required to be made. അത് ചില കേസുകളിൽ നമുക്ക് ചില ഡ്രഗുകൾ നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ എന്തിനു വേണ്ടി, ടെസ്റ്റിങ്ങിനും ഇവാലുവേഷനും വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ സെപ്പറേറ്റ് ലൈസൻസ് വേണം. അല്ലാതെ ഒരു പേഷ്യൻ്റ് കെയർ അല്ലെങ്കിൽ പേഷ്യൻ്റ് യൂസ് എന്ന രീതിയിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാക്കാനായിട്ട് പാടില്ല. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് മാനുഫാക്ചറിങ്ങിന് വേണ്ടി നമ്മൾ ക്വാളിഫൈ ആവേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡ്രഗ് നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ കാര്യങ്ങൾ നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. സോ നിങ്ങൾ കണ്ടീഷൻസ് ലൈസൻസിന് മുന്നേ ഫുൾഫിൽ ചെയ്യുന്ന ആ ഒരു സിനാരിയോ പറയുന്ന പേരാണ് കണ്ടീഷൻ പ്രിസീഡന്റ് എന്ന് പറയുക കേട്ടോ. സോ ഇത് നിങ്ങൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചർ അപ്ലൈ ചെയ്ത് ആ ഒരു റിക്വയർമെന്റിൽ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ condition subsequent എന്ന് പറയുന്നു. And licensing authority in both in state and central government. The central government is empowered in prohibit manufacture sale of any formulation in public interest. അതായത് ഇപ്പോൾ പബ്ലിക്കിന് ഒരു മെഡിസിൻ ആവശ്യമാണ്, ഇപ്പോൾ എക്സാമ്പിൾ വൈറൽ ഡ്രഗോ, ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് വൈറൽ ഡ്രഗ് ആവശ്യം വന്നു. അപ്പോൾ നമ്മൾ ഗവൺമെന്റ് ഒക്കെ പെട്ടെന്ന് അപ്രൂവ് ചെയ്തെടുക്കുക, നമുക്ക് ആവശ്യമുള്ള സംഭവമാണ്, പെട്ടെന്ന് അവർ ചെയ്യട്ടെ, ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം വരട്ടെ എന്ന് വിളിക്കും. അപ്പം നമ്മൾ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നതിന് മുന്നേ ഉള്ളത് കണ്ടീഷൻ പ്രീസഡന്റും ആൻഡ് സെക്കൻഡ് സബ്സിക്വന്റ് ആണെങ്കിൽ കണ്ടീഷൻ സബ്സിക്വന്റും ആയിരിക്കും. സോ ടൈപ്പ് ഓഫ് ലൈസൻസർ ഗ്രാൻഡ് ഏതൊക്കെയാണ്? ഒന്ന് എക്സാമിൻ, ടെസ്റ്റ്, അനാലിസിസ്, ന്യൂ ഡ്രഗ്, ലോൺ ലൈസൻസ്, റീപാക്കിംഗ്, ഷെഡ്യൂൾ C and C1X, പിന്നെ ബോത്ത് ബയോളജിക്കൽ ആൻഡ് സ്പെഷ്യൽ പ്രൊഡക്ട്സ് C and C1 ആൻഡ് ഷെഡ്യൂൾ X. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി മാനുഫാക്ചർ ഓഫ് ഡ്രഗ്. സോ എന്തോ കാറ്റഗറിയാണ് ഇത്, സെയിം തന്നെ, ഞാനത് പറഞ്ഞ സെയിം കാറ്റഗറീസ് തന്നെയാണ്, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി എക്സാമിൻ, ടെസ്റ്റ്, അനാലിസിസ് എന്താ ഉദ്ദേശിക്കുന്നത്? മാനുഫാക്ചർ ഡസ് നോട്ട് ഹോൾഡ് സെപ്പറേറ്റ് ലൈസൻസ് ഫോർ ടെസ്റ്റ്, അനാലിസിസ് ഓർ എക്സാമിനേഷൻ. ദ ലൈസൻസ് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫോം 29. സോ നിങ്ങൾക്ക് ലൈസൻസിങ് ഫോർ ടെസ്റ്റിംഗ് ആണെങ്കിൽ ഫോം നമ്പർ 29 ആണ്. ഞാൻ ലാസ്റ്റ് ഏതൊക്കെ ഫോമാണ് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളൊരു സെപ്പറേറ്റ് ഒരു ഫോം ഞാനൊരു നോട്ട് ഇട്ടേക്കാം, നിങ്ങൾ അതുകൊണ്ടൊന്ന് കണ്ടേക്കുക. ആൻഡ് മാനുഫാക്ചറിങ്ങിന് എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ എല്ലാവർക്കും പോയി എല്ലാ ഡ്രഗും ഒന്നും ടെസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് നിർബന്ധമായി ലൈസൻസ് ആവശ്യമാണ്. ആൻഡ് വാലിഡിറ്റി വിൽ ബി 1 year ആണ് കേട്ടോ. സോ കണ്ടീഷൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ ദ മാനുഫാക്ചർഡ് ഡ്രഗ് ഷുഡ് ബി കെപ്റ്റ് ഇൻ കണ്ടെയ്നർ ബിയറിംഗ് അപ്രോപ്രിയേറ്റ് ലേബൽ ഇൻഡിക്കേറ്റിംഗ് ദ പേർപ്പസ് ഓഫ് ടെസ്റ്റ് ഓഫ് അനാലിസിസ്. നിങ്ങൾ എന്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, എന്തിനാ ചെയ്യാൻ പോകുന്നുള്ളത് പ്രോപ്പറായിട്ട് ഒരു കുഞ്ഞ് ഡെപ്പയ്ക്കകത്ത് മരുന്ന് വെച്ച്
വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ടും ലേബിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ലേബിൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യണം. ദ ഡ്രഗ് ഷുഡ് ബി യൂസ് ഫോർ ദ പേർപ്പസ് ഓഫ് വിച്ച് ദേ ആർ മാനുഫാക്ചർഡ്. സോ എന്തിനു വേണ്ടിയാണ് മാനുഫാക്ചർ ചെയ്തത്, ആരാണ്, എപ്പോഴാണ്, ലേബലിംഗ്, അഡ്രസ്സ് എല്ലാം, ലൈസൻസ് നമ്പർ എല്ലാം ആവശ്യമാണ്. പിന്നെ അത് മാത്രമല്ല, ദ മാനുഫാക്ചർ ഷുഡ് അലോ ദ ഇൻസ്പെക്ടർ ടു ഇൻസ്പെക്ട് ദ പ്രിമൈസസ്. സോ നമ്മൾ പ്രിമൈസ് ഇൻസ്പെക്ട് ചെയ്യാനും മാനുഫാക്ചറിങ്ങും ഇതെല്ലാം സെയിമാണ്. നമുക്ക് എടുക്കാനും സാമ്പിൾ നോക്കാനും ഈ ഡ്രഗ് ആൻഡ് ആക്ട് പ്രകാരമുള്ള എല്ലാം നമുക്ക് ആവശ്യമാണ്. ആൻഡ് ദ മാനുഫാക്ചർ ഷുഡ് മെയിൻ ആൻ ഇൻസ്പെക്ഷൻ ബുക്ക്. സോ ഇൻസ്പെക്ടർ ബുക്ക് വെക്കണം. കാരണം ആൾ എപ്പോൾ വന്നു, എപ്പോൾ നോക്കി, എന്ത് ചെയ്തു എന്നൊക്കെ നമ്മൾ ഉറപ്പായിട്ട് മെൻഷൻഡ് ആയിരിക്കണം. ലൈസൻസ് ഷുഡ് കംപ്ലൈ വിത്ത് അതർ റിക്വയർമെന്റ്. സോ വേറെ എന്തെങ്കിലും റിക്വയർമെന്റ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ വിച്ച് എ നോട്ടീസ് ഹാസ് ബീൻ ഗിവൺ ടു ഹിം 1 month ബിഫോർ ബൈ ദ ലൈസൻസിംഗ് അതോറിറ്റി. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ആരാണോ ലൈസൻസിംഗ് അതോറിറ്റി വരിക, അവർ പറയുവാണ് ഇന്ന റിക്വയർമെന്റും കൂടെ നിങ്ങളുടെ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നവർ സ്പെസിഫൈ ചെയ്ത് പറയുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു നോട്ടീസ് അനുസരിച്ച് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാം ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ മാനുഫാക്ചർ ഓഫ് എ ന്യൂ ഡ്രഗ്, പുതിയ ഡ്രഗ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യേണ്ടത്. ഇൻ അഡീഷൻ ടു പ്രൊവിഷൻ ഫോർ മാനുഫാക്ചർ ഓഫ് ഡ്രഗ് ദേ ഷുഡ് ബി എ ഡോക്യുമെന്ററി എവിഡൻസ് ഫോർ ക്വാളിറ്റി, പ്യൂരിറ്റി, തെറാപ്യൂട്ടിക് ട്രയൽ. സോ പുതിയ ഡ്രഗ് നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി, പ്യൂരിറ്റി, തെറാപ്യൂട്ടിക് ട്രയൽസിനെ പറ്റിയ എല്ലാ കാര്യങ്ങളും അത് ഷെഡ്യൂൾ വൈ ആണ് കേട്ടോ. പുതിയ ക്ലിനിക്കൽ ട്രയലാണ്, മിക്കവാറും ആൾക്കാർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിച്ച് വെക്കുക, ക്ലിനിക്കൽ ട്രയൽ വൈ ആണ് എന്നുള്ളത് കേട്ടോ. അതിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്യേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ്. സോ മാനുഫാക്ചറിങ് അണ്ടർ ലോൺ ലൈസൻസ്. എന്താണ് ലോൺ ലൈസൻസ്? സോ ലോൺ ലൈസൻസ് ഇസ് ഗിവൺ ടു എ പേഴ്സൺ ഹു ഡസ് നോട്ട് ഹാവ് ദെയർ ഓൺ അറേഞ്ച്മെന്റ്. ഇപ്പം എനിക്ക് അറേഞ്ച്മെന്റ് ഇല്ല, വേറൊരാൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, വേറൊരാൾക്ക് ലൈസൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കടമെടുക്കുന്നത് പോലെ ഒരു പരിപാടി നമുക്ക് ചെയ്യാം കേട്ടോ. ഫോർ ഡ്രഗ് അതർ ദാൻ ഷെഡ്യൂളിംഗ് സി ആൻഡ് എക്സ് ലോൺ ലൈസൻസ് ക്യാൻ ബി ഗിവൺ. സോ സിയും C1ഉം എക്സിനും നമ്മൾ കൊടുക്കില്ല, അതൊഴികെ ബാക്കി എല്ലാവർക്കും അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലൈസൻസിങ് അതോറിറ്റി എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്നുള്ളത്. അപ്പം എക്സാമ്പിൾ നമ്മൾ പണ്ടൊക്കെ പ്രാക്ടിക്കൽസ് വേറെ ലാബിൽ പോയി നമ്മൾ ചെയ്ത് നോക്കാറില്ല, അതേപോലെ തന്നെയാണ്. പ്രൊസീജിയർ 3 ഉള്ളൂ. നമ്മൾ പ്രിസ്ക്രൈബിംഗ് ഫോം 24A-യിലും 27A-യിലും പ്രിസ്ക്രൈബ്ഡ് ഫീസ് വെച്ചിട്ട് നമ്മൾ ലൈസൻസിങ് അതോറിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ നമ്മൾ റിന്യൂ ചെയ്യണം കേട്ടോ. റിന്യൂ ചെയ്യുന്നതെല്ലാം ഫോം നമ്പർ 24-ലാണ്. സോ ലൈസൻസ് ഈസ് ഇഷ്യൂഡ് ബൈ ലൈസൻസിങ് അതോറിറ്റി ഇൻ ഫോം 25A വിച്ച് ഈസ് വാലിഡ് ഫോർ 1 year. ഇവിടെ വാലിഡിറ്റി 1 year മാത്രമേ ഉള്ളൂ. അപ്പോൾ 24A-യും 27A-യും ആണ്. ആൻഡ് 24-ലാണ് നമുക്ക് റിന്യൂ ചെയ്ത് കിട്ടുക. ഗ്രാൻഡിയോ റിന്യൂ ചെയ്യുന്നതോ 24-ലായിരിക്കും. ലൈസൻസിങ് അതോറിറ്റി 25A-യിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് വാലിഡിറ്റി ഫോർ 1 year. സോ ജനറൽ കണ്ടീഷൻ ആപ്ലിക്കബിൾ ടു അതർ ഷെഡ്യൂൾ C and C1 and X. സോ ജനറൽ കണ്ടീഷൻ C and C1 X ആണ്. സോ ആപ്ലിക്കേഷൻ കണ്ടീഷൻ പറയുവാണെങ്കിൽ ആപ്ലിക്കേഷൻ മസ്റ്റ് ബി സപ്പോർട്ട് ബൈ ദ പാരന്റ് ഫേം. സോ ആരാണോ പാരന്റ് ഫേം, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണ്ടേ, ഇല്ലാതെ വെറുതെ പറ്റത്തില്ലല്ലോ. ഡ്രഗ് ഇൻസ്പെക്ടറിന് പ്രിമൈസ് വരാനുള്ള അനുവാദം ഉണ്ടായിരിക്കണം. പിന്നെ പുതിയ ബാച്ച് ടെസ്റ്റ് ചെയ്യണതിന് എല്ലാത്തിനും നമ്മൾ ലോൺ ലൈസൻസ് ഒക്കെ നമ്മൾ ആവശ്യം ആയിട്ടുണ്ട് എന്നുള്ളതാണ്. റെക്കോർഡ് ചെയ്യണം 5 years or 2 years ഇൻ കേസ് ഓഫ് എക്സ്പയർഡ് ഡ്രഗ് ഓഫ് സച്ച് ഡേറ്റ. സോ നമ്മൾ എക്സ്പയർ ആയി പോയത് അതിനുള്ള ഡേറ്റ എല്ലാം കീപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമാണ്. ഇതെല്ലാം സെയിം ആണ് കേട്ടോ. ആൻഡ് പേറ്റന്റ് മെഡിസിൻ മസ്റ്റ് ബി സേഫർ ഓർ യൂസ് ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് വെഹിക്കിൾ ആൻഡ് അഡ്ജുവൻറ്റ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന അഡിറ്റീവ്സുകളായിക്കോട്ടെ അല്ലെങ്കിൽ വെഹിക്കിൾസ് ആയിക്കോട്ടെ, അതിനൊക്കെ സേഫർ ആയിരിക്കണം. ആൻഡ് ലോൺ ലൈസൻസ് എന്താണ്, അവിടെയൊക്കെ പ്രൊഡക്ഷനിലൊക്കെ സൂപ്പർവൈസ് ചെയ്യാനുള്ള ആളുണ്ടാവണം, ഇൻസ്പെക്ടേഴ്സിന് അനുവദിക്കുകയും ആവശ്യം ആണെന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിളാണ്, ഫോം മാത്രം പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. നെക്സ്റ്റ് വൺ ഇസ് ലൈസൻസ് ഫോർ റീപാക്കിംഗ്. റീപാക്കിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, ബൾക്ക് ഡ്രഗ് ആയിരിക്കും, അതിന് അടുത്ത് വേറെ പാക്കിൽ വെക്കുക. ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു മാനുഫാക്ചറിങ് ഒന്നുമില്ല, ബ്രേക്കിംഗ് ഡൗൺ ആണ് കേട്ടോ. സോ അവിടെ C-യും C1ഉം X-നും നമുക്ക് കുറച്ച് കണ്ടീഷൻസ് സെപ്പറേറ്റ് ആണ്. ഇത് നമുക്ക് നോർമൽ ഒന്നുമല്ല. സോ ആപ്ലിക്കേഷൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് 24B-ലാണ്. ലൈസൻസ് ഇൻ ദ ഫോം 24B ആൻഡ് ലൈസൻസ് ഇസ് ഇഷ്യൂഡ് ബൈ ലൈസൻസിങ് അതോറിറ്റി ആഫ്റ്റർ ഇൻസ്പെക്ഷൻ ഇൻ ദ ഫോം 25B. സോ 24B-യും 25B-യും ആണ്. ഇപ്പം തന്നെ ഒരുപാട് 24A-യും B-യും ഒക്കെ ആയി. പക്ഷേ നിങ്ങളത് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിക്കുക. ഞാൻ സെപ്പറേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ, കോളം കൊടുത്തേക്കാം, നിങ്ങളത് നോക്കി തന്നെ അത് പഠിച്ചോളാം. നമ്മൾ പറയുന്ന കണ്ടീഷൻസ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടീഷൻസ് ഫോളോ ചെയ്യേണ്ടത്? ആഡിക്വേറ്റ് സ്പേസും എക്യുപ്മെൻറ്റ് ആവശ്യമാണ്, ഹൈജീൻ ആവശ്യമാണ്, സൂപ്പർവിഷൻ വളരെ അത്യാവശ്യമാണ്, ടെസ്റ്റിംഗ് ആവശ്യമാണ്, പിന്നെ അത് മാത്രമല്ല ലൈസൻസ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആൻഡ് ഷെഡ്യൂൾ M പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഫാക്ടറി ഫോളോ ചെയ്യണം.
ആഡിക്വേറ്റ് സ്റ്റാഫ്, പിന്നെ സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കണം. ആൻഡ് റീപാക്കിങ്ങിന് കണ്ടെയ്നറൊക്കെ ലേബിൾ ചെയ്യേണ്ട ആവശ്യമാണ്. ആൻഡ് റീപാക്ഡ് ലൈസൻസ് നമ്പർ എന്ന് തന്നെ നമ്മൾ ലേബിൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ശ്രദ്ധിച്ചോണേ, റീപാക്കിംഗ് ലൈസൻസ് നമ്പർ. ലൈസൻസ് വാലിഡ് ആവണം ടിൽ 31 ഡിസംബർ ആണ്. എല്ലാ വർഷവും നമ്മളത് റിന്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ്. സെപ്പറേറ്റ് ലൈസൻസ് ഓരോന്നും നമ്മൾ എടുക്കണം, എല്ലാത്തിനും ഒന്നല്ല. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് ലൈസൻസ് ടു മാനുഫാക്ചർ ഓഫ് ഡ്രഗ് C1 ആൻഡ് X. സോ നമ്മൾ സിക്കും C1നും Xനും സെപ്പറേറ്റ് കാര്യമാണ് നമ്മൾ പറഞ്ഞു. അതിന് ഫോം നമ്പർ 24 ആണ് വരിക, വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫീസ് ആണ്. നമ്മളെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആൻഡ് ഫോം നമ്പർ 25 ആണ്. സോ കണ്ടീഷൻ പറയുവാണെങ്കിൽ ഫാക്ടറി പ്രിമൈസസ് എപ്പോഴും എന്തെങ്കിലും കംപ്ലൈ ചെയ്യേണ്ടത് ഷെഡ്യൂൾ M പ്രകാരമാണ്. സൂപ്പർവിഷൻ ആവശ്യമാണ്, ടെക്നിക്കൽ സ്റ്റാഫ് ആവശ്യമാണ്, സെപ്പറേറ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആവശ്യമാണ്, സ്റ്റോറേജ് യൂണിറ്റ് ആവശ്യമാണ്, റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്, ലൈസൻസ് ഡിസ്പ്ലേ ചെയ്യണം, പ്രിസ്ക്രൈബ്ഡ് ഫീസ് അടച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ലൈസൻസ് അതുകൊണ്ട് നമ്മൾ അറിയിച്ചിരിക്കണം. അത് മാത്രമല്ല ഫീസൊക്കെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ട ആവശ്യമാണ്. ഷെഡ്യൂൾ U പ്രകാരം റെക്കോർഡ് ഓഫ് ടെസ്റ്റിംഗ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. 2 വർഷം അല്ലെങ്കിൽ 5 വർഷമാണെങ്കിൽ ഡ്രഗ് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സെയിം ആട്ടോ, ഒരു വ്യത്യാസമില്ല. ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും റെക്കോർഡ് കീപ്പ് ചെയ്യണം. ആൻഡ് ഫേർണിഷ്ഡ് ആയിരിക്കണം. അഡിക്വേറ്റ് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് പറയുന്ന അനുസരിച്ച് നമ്മൾ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ആൻഡ് ഇൻസ്പെക്ഷൻ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് GMBയും ഫോളോ ചെയ്യണം. ഇതൊക്കെ എളുപ്പമാണ്, ഫോം നമ്പർ മാത്രം നോക്കി വെക്കുക കേട്ടോ. ബാക്കിയെല്ലാം സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ബയോളജിക്കൽ ആൻഡ് സ്പെഷ്യൽ പ്രൊഡക്റ്റ് C and C1 ആണ്. ഇനി ബയോളജിക്കൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ എങ്ങനെ? സോ ലൈസൻസിങ് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് 27 വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫീസ് ആണ്. ആൻഡ് ജനറൽ കണ്ടീഷൻ ഫോർ ആപ്ലിക്കബിൾ ഫോർ ഷെഡ്യൂൾ C1 X. ജനറൽ കണ്ടീഷൻ C യും C1 ആണെങ്കിൽ അതങ്ങനെ. സോ സ്റ്റെറിലൈസേഷൻ അത്യാവശ്യമാണ് ഈ ഒരു കേസിൽ, കാര്യം ബയോളജിക്കൽ പ്രൊഡക്ട്സ് ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടെയ്നേഴ്സ് ഒക്കെ ആണെങ്കിൽ ഷെഡ്യൂൾ F1 പ്രകാരം ഫോളോ ചെയ്യണം, സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം, ടോക്സിറ്റി എന്നൊക്കെ ഒഴിവായിരിക്കണം. പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാം സൂക്ഷിച്ച് വേണം. മൾട്ടി ഡോസ് കണ്ടെയ്നറിലാണല്ലോ നമ്മൾ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുക. എന്തിനു വേണ്ടിയാണ്? മൈക്രോ ഓർഗാനിസം വളരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. സ്റ്റെറിലൈറ്റ് ടെസ്റ്റിംഗ് എപ്പോഴും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് നമ്മൾ ഇപ്പോൾ ബാക്ടീരിയ, വാക്സിൻസ്, പിന്നെ ഡ്രൈ പ്രിപ്പറേഷൻ ഓഫ് ഇൻസുലിൻ സിറം ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? എയറോബിക്കോ അനിയറോബിക് മൈക്രോ ഓർഗാനിസം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എയറോബിക്കോ അനിയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസം ഉണ്ടോ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. ആൻഡ് സൊല്യൂഷൻ ഫോർ പാരലൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഡോസ് ഓഫ് 10 ml ഓർ മോർ ഷുഡ് ബി ടെസ്റ്റ് ഫോർ ഫ്രീഡം ഓഫ് പൈറജൻ. സോ 10 ml അതിൽ കൂടുതലോ ആണെങ്കിൽ പൈറജൻ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ആവശ്യമാണ്. കൾച്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യണം. എന്താണ്? സ്പോസ് ഉണ്ടോ ആൻഡ് പാത്തോജൻസ് ഉണ്ടോ എന്ന് നമ്മൾ അറിയേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ട അത്യാവശ്യം. ഇത് എളുപ്പമാണൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. F1 ടോക്സിറ്റി, മൈക്രോ ഓർഗാനിസം, സ്റ്റെബിലിറ്റി, ആബ്സെൻസ് ഓഫ് എയറോബിക് അനറോബിക് ബാക്ടീരിയ, ആൻഡ് 10 ml ആണെന്നുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് പൈറജൻ ആൻഡ് കൾച്ചർ, ലബോറട്ടറി കൾച്ചർ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. ഇനി ഷെഡ്യൂൾ ബിലോങ് ടു X ആണെങ്കിലോ ഫോം നമ്പർ 27B ആണ്. ആൻഡ് ഇഫ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈസൻസ് കിട്ടുന്നത് 28Bയിലായിരിക്കും. സോ കണ്ടീഷൻ സെയിം തന്നെയാണ്. ഇവിടെ 5 years ഒക്കെ തന്നെയാണ്. ഓപ്പണിംഗ് ബുക്ക് ആവശ്യമാണ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ആൻഡ് ആര് മാനുഫാക്ചർ ചെയ്തു, അതിൻ്റെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ, ബാലൻസ് എത്രയുണ്ട്, ആർക്കാണ് വിറ്റത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. സെയിം ആണ്, വായിച്ചാൽ മാത്രം മതി. അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഷുഡ് ബി ലേബിൾഡ് ഓൺ XRX റെഡ് ഇങ്ക്. ഈ ഒരു കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഫോം നമ്പർ ശ്രദ്ധിക്കണം. ഇതും എന്താണ്? റെഡ് ഇങ്കിൽ XRX. സോ നോ ഷെഡ്യൂൾ X ഡ്രഗ് ഷുഡ് ബി സെപ്പറേറ്റ് ബൈ ദ വേ ഓഫ് ഫിസിഷ്യൻ സാമ്പിൾ. ഫിസിഷ്യൻ സാമ്പിളൊന്നും കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ സാമ്പിൾ ഓൺലി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ ഒന്നും പാടില്ല. ഡ്രഗ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ X ഡ്രഗ് ഷാൽ ബി മാർക്കഡ് ഇൻ പാക്കേജിംഗ് നോട്ട് എക്സിഡ് 100 unit dose ടാബ്ലറ്റ് ക്യാപ്സൂൾ, 30 ml ഓർ ലിക്വിഡ് ആൻഡ് 5 ml ഇഞ്ചക്ഷൻ. സോ ഷെഡ്യൂൾ X ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും 100 യൂണിറ്റിന് മേലെ നമ്മൾ ഡോസ് വെക്കാൻ പാടില്ല, ടാബ്ലറ്റോ ക്യാപ്സൂൾസോ. ഇനി ഓർ ലിക്വിഡ് ആണെങ്കിൽ 300 ml, പിന്നെ 5 ml ഇഞ്ചക്ഷൻ. ഇതാണ് കണക്ക് പറയുന്നത്. ഈ കണക്കിന് അപ്പുറം ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ചോദിക്കും, ചാൻസ് ഉണ്ട്, ഭയങ്കര ചാൻസ് ഉണ്ട് ചോദിക്കാൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അത് എപ്പോഴും കാണുന്ന കാര്യമാണ്. സോ നമ്മൾ കൺഫ്യൂഷനായി പോകും. സോ നമ്മൾ ഉപയോഗിച്ച റെഫറൻസ് ടെക്സ്റ്റുകളാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്തൊക്കെ നോക്കാം. ഇതൊക്കെ എല്ലാം കണ്ടന്റ് ഉണ്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. സിമ്പിൾ ചാപ്റ്റർ അല്ല, ഇപ്പോഴേ പറയാം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.